പോസ്റ്റ് വേറെ അങ്ങനെ വല്ല സംവിധാനം ഉണ്ടോ? ഇത്രയും കാലം കുഴപ്പമില്ലായിരുന്നു. മഴ പെയ്ത് വെള്ളം പൊങ്ങിയപ്പോഴത്തേക്ക് വെള്ളത്തിലേ അങ്ങേക്കരെ കൂടെ കയറി ഇത്രയും കുഴപ്പമില്ലായിരുന്നു. കല്ലേരി ഇവിടുന്ന് കയറുമോ? അല്ല, ബെൻസിക്ക് ഒരു തട്ടലാണ് കിട്ടത്തില്ലേ? വെള്ളത്തിലേ അങ്ങേക്കരെ കൂടെ കയറി ഇത്രയും കുഴപ്പമില്ലായിരുന്നു. കല്ലേരി ഇവിടുന്ന് കയറുമോ? അല്ല, ബെൻസിക്ക് ഒരു തട്ടലാണ് കിട്ടത്തില്ലേ? താമസിക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ബാധ്യത ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം തുടർച്ചയായിട്ടാണ് ഇവിടെ ആനയുടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ആന ഇവിടെ വന്ന് പല ദിവസങ്ങളിലും ഇവിടെ വന്ന് ഭീഷണി ഉയർത്തുമ്പോൾ അതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ 10 വർഷക്കാലമായി യാതൊരു നടപടിയും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. തീർച്ചയായും നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ഗവൺമെന്റാണ് ഇപ്പോൾ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇതിന് ശാശ്വതമായ പരിഹാരം, കാരണം ആന ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ്. കാരണം ഇവിടെ 2-3 ദിവസമായി തുടർച്ചയായിട്ട് ആന വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ആരും ഉറങ്ങുന്നില്ല. അവരുടെ ജീവനും അതുപോലെ തന്നെ സ്വത്തിനും ഇവിടെ കൃഷിയെല്ലാം നശിച്ചു കിടക്കുക. അപ്പോൾ ഇതിന് സംരക്ഷണം നൽകാൻ സ്ഥിരമായ ഒരു സംവിധാനം, ഫെൻസിംഗ് ഉൾപ്പെടെ ഉള്ള സംവിധാനം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിരിക്കും.